ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ ഒന്നാണ് 40കൾ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകൾക്കൊക്കെ ഒരു പരിധി വരെ കുറവ് വന്ന് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണിത്. പക്ഷേ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദവും അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളും ഒക്കെ കാണുന്ന ഒരു പ്രായവുമാണത്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രായത്തിലെത്തുമ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വരുന്നത്? നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ അടുത്ത ഒരു ഘട്ടത്തെക്കുറിച്ച് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ, വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ, ജീവിതം ഇപ്പോൾ എങ്ങനെയാണോ ആ രീതിയിൽ ആസ്വദിക്കാനുള്ള ആ ഒരു പ്രായത്തെ ഇത്രയധികം സമ്മർദ്ദങ്ങളിലേക്ക് എങ്ങനെയാണ് കടത്തിവിടപ്പെടുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സാമ്പത്തിക ബാധ്യതകൾ തന്നെയാണ്. അവർക്കിഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതിരിക്കുക, ഞാൻ കൂടി നന്നായി പഠിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി നന്നായി പരിശ്രമിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം എനിക്ക് ഒരുക്കാൻ സാധിക്കുമായിരുന്നല്ലോ എന്നുള്ള ഒരു നിരാശയിലേക്ക് പോവുക, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെക്കുറിച്ചുണ്ടായിരിക്കുന്ന അസംതൃപ്തികൾ ജീവിതത്തെ ബാധിക്കുക, ഒരിക്കലും പിന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ കുട്ടികൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തെ ഭയന്ന് ഒക്കെ ഇഷ്ടമല്ലാത്തൊരു ബന്ധത്തിലേക്ക് തുടരേണ്ടി വരിക, ഈ പറഞ്ഞ പോലെ ജീവിത ശൈലി രോഗങ്ങൾ ഉണ്ടാവുക, അതിന് കൃത്യമായിട്ടുള്ള മരുന്നോ കാര്യങ്ങളോ ശ്രദ്ധിക്കാതെ ഇരിക്കുക, അമിതമായ സമ്മർദ്ദത്തിലുള്ള ജോലി ചെയ്യേണ്ടി വരിക, ഇതൊക്കെ ഈ പ്രായത്തിലെ പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ സാധിക്കുക? ചിട്ടയായ ഒരു ജീവിതക്രമം ഉണ്ടാവുക, കൃത്യമായി വ്യായാമം ചെയ്യുക, നല്ല ആഹാരശീലങ്ങൾ ഉണ്ടാവുക, നല്ല ആരോഗ്യശീലങ്ങൾ ഉണ്ടാവുക, മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക, സാമൂഹ്യപരമായിട്ടുള്ള നല്ലൊരു ജീവിതം ഉണ്ടാവുക, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക, നമ്മളെ കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം എടുക്കുക, കുട്ടികളൊത്താണെങ്കിലും കുറച്ച് സമയം ചിലവഴിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും നമുക്ക് പറയാനുള്ളത് അവരെ കേൾപ്പിക്കുകയും ചെയ്യാനുള്ള കുറച്ച് സമയമെങ്കിലും ജീവിതത്തിലേക്ക് ആ ഒരു സമയം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. കുടുംബാദികൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെയുള്ള ശീലങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഒരു പരിധിവരെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് പറ്റുന്നത്. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കളിലേക്കോ മറ്റുള്ളവരിലേക്കോ എത്താതെ അവർ തമ്മിൽ തന്നെ തീർക്കാനുള്ള അവസരങ്ങൾ എടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഒരുപാട് സമ്മർദ്ദങ്ങൾ, ഒരുപാട് ടെൻഷനൊക്കെ എടുത്ത് ആ ജീവിതത്തിന്റെ മനോഹാരിത നഷ്ടപ്പെടുത്താതെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് അവനവന് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ച് അവനവന് വേണ്ടി കുറച്ചു നേരമെങ്കിലും ജീവിച്ച് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ സന്തോഷമായിരിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള രക്ഷതേടലാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാനസിക സമ്മർദ്ദം ഒഴിവാകുന്നതനുസരിച്ച് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫിസിക്കൽ ഹെൽത്ത് കൂടി, നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യവും കൂടിയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ലഹരിയിലേക്കോ ആൽക്കഹോളിസത്തിലേക്കോ ഒക്കെ പോകുന്നത് അത്രത്തോളം തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ശാരീരികമായി ഉണ്ടാക്കുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് ഒരു തുടക്കമാവാൻ ഈ ജീവിതത്തിന്റെ മധ്യാഹ്ന കാലഘട്ടം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.